السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കശ്ഫ് ശുബ്ഹാത്ത് എന്ന റിസാലയാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹത്തിലേക്ക് അയച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന എല്ലാ തരത്തിലുള്ള ഇബാദത്തുകളും അള്ളാഹുവിന് മാത്രം സമർപ്പിക്കണമെന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രം, അതേപോലെ അതിൽ നിന്ന് റബ്ബ് അല്ലെങ്കിൽ ഹാലിക്കും റാസിക്കും അള്ളാഹുവാണ് എന്ന് മാത്രം മനസ്സിലാക്കിയതുകൊണ്ടും ഒരാൾ മുസ്ലിം ആവുകയില്ലെന്നും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം മനസ്സിലാക്കി അതിന്റെ ആശയം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇബാദത്തിന്റെ ദുആഇന്റെ എല്ലാ ഇനങ്ങളും അള്ളാഹുവിന് മാത്രമാക്കണം, എങ്കിലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടവനാവുകയുള്ളൂ എന്ന കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് മാത്രമാക്കി കൊടുക്കണം, അതാണ് അതിന്റെ ഉദ്ദേശമെന്ന് മക്കയിലെ മുശ്രിക്കുകൾക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് അതവർ അംഗീകരിക്കാതെ പോയത് എന്നും നാം മനസ്സിലാക്കുകയുണ്ടായി. അടുത്ത വാചകം വൽ കുഫാറുൽ ജുഹാലു യഅലമൂന അന്ന മുറാദൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാദിഹിൽ കലിമ ഹുവ ഇഫ്റാദുല്ലാഹി തആല ബിത്തഅല്ലുഹ് വൽ കുഫ്റു ബിമാ യുഅബദു മിൻ ദൂനിഹി വൽ ബറാഅതു മിൻഹു ഫഇന്നഹു ലമ്മാ ഖാല ലഹും ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലു അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. വിവരമില്ലാത്ത കാഫിറുകളായ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം തഅല്ലുഖ്, ഹൃദയം കൊണ്ടുള്ള ബന്ധം അള്ളാഹുവിന് മാത്രമാക്കണം. അതാണ് നബി ഉദ്ദേശിച്ചത്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സർവ്വതിനെയും അവിശ്വസിക്കുകയും വേണം, അവയുമായുള്ള ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാവുകയും ചെയ്യണം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്ന് ജാഹിലി കാലഘട്ടത്തിൽ ജീവിച്ച കാഫിറുകളായ ആളുകൾ മനസ്സിലാക്കി. ഫഇന്നഹു ലമ്മാ ഖാല ലഹും ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ കാര്യം അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറയൂ എന്ന് മക്കയിലെ മുശ്രിക്കുകളോട് ആവശ്യപ്പെട്ടപ്പോൾ ഖാലു, ആ മുശ്രിക്കുകൾ പറഞ്ഞത് അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദൻ, മുഹമ്മദ് എല്ലാ ഇലാഹുകളെയും ഒരൊറ്റ ഇലാഹാക്കി മാറ്റിയോ, ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, തീർച്ചയായും ഇത് അത്യാശ്ചര്യകരമായ ഒരു കാര്യം തന്നെ എന്ന് അവർ പറയാനുണ്ടായ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്താണ് എന്ന് അവർക്ക് മനസ്സിലായിരുന്നു എന്നതുകൊണ്ടാണ്. അപ്പൊ ഇത് ഖുർആനിന്റെ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് എപ്പോഴാണ് മുശ്രിക്കുകൾ ഇതൊരു ആശ്ചര്യകരമായ കാര്യമാണ്, ഇലാഹുകളെ പാടില്ല, ഒരു ഇലാഹേ പാടുള്ളൂ എന്നാണോ മുഹമ്മദ് പറയുന്നത് എന്ന് ചോദിച്ചത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതുവരെ മക്കയിലെ അറബികൾ ആരാധിച്ചു വന്ന, ഇസ്തിഗാസ നടത്തിയ, സഹായം തേടിയ ഔലിയാക്കന്മാരായ ആളുകളെ ഉപേക്ഷിക്കണം. അതേപോലെ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി അടക്കം നബിമാരായ ആളുകളോട് സഹായം തേടുകയും അവർക്ക് നേർച്ചയാക്കുകയും അവരോട് ദുആ ചെയ്യുകയും ചെയ്ത കാര്യം ഇനി പറ്റുകയില്ല. ഇതാണ് മുഹമ്മദ് നബി പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ട് അവർ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോ കുറെ ഇലാഹ് പറ്റൂല. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അഭയം തേടി ചെല്ലാവുന്നവൻ, പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ അഭയം തേടി ചെല്ലാവുന്ന ശക്തി ഏതാണോ അതാണ് ഇലാഹ്. അപ്പൊ അത് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മാത്രമേ ചെല്ലാവൂ, കുറെ ഇലാഹ് പറ്റൂല, ഒരൊറ്റ ഇലാഹേ പാടുള്ളൂ എന്ന് മുഹമ്മദ് നബി പറഞ്ഞ കാര്യം അംഗീകരിച്ചാൽ ആ അവസ്ഥയിലേക്ക് പോണ്ടി വരും. അപ്പോ ലാത്ത, ഉസ്സ, മനാത്ത, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി തുടങ്ങിയ ആളുകളെയൊക്കെ അവരോട് ദുആ ചെയ്യുന്നതും അവർക്ക് നേർച്ചയാക്കുന്നതും ഒഴിവാക്കേണ്ടി വരും എന്ന് മുശ്രിക്കുകൾ മനസ്സിലാക്കി. അപ്പൊ ഈ വാചകം കൊണ്ട് ഷെയ്ഖ് ഉദ്ദേശിക്കുന്നത് ഇപ്പറഞ്ഞ കാര്യം ഇവിടെ വ്യക്തമാക്കുക എന്നതാണ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം മക്കയിലെ മുശ്രിക്കുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ജനങ്ങളോട് പ്രബോധനം ചെയ്ത സൗദി അറേബ്യയിൽ ഒരു 2 നൂറ്റാണ്ട് മുമ്പ് അല്ലെങ്കിൽ അതിനിടയിൽ ആ ആളുകളിൽ ചില ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി,
അതിന്റെ ആശയം മനസ്സിലാക്കി ഉൾക്കൊള്ളേണ്ടതില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അല്ലാത്ത എന്തിനോടും സഹായം തേടിയാൽ, ഇസ്തിഗാസ നടത്തിയാൽ, ദുആ ചെയ്താൽ ഒരു കുഴപ്പമില്ല. അത് പറയലാണ് ആവശ്യം, പിന്നെന്തായാലും കുഴപ്പമില്ല എന്ന് ചില ആളുകൾ മനസ്സിലാക്കി. വേറെ ചില ആളുകൾ മനസ്സിലാക്കി അള്ളാഹു ഉണ്ട്, അവൻ സൃഷ്ടിക്കുന്നവനാണ്, റിസ്ക് നൽകുന്നവൻ അവനാണ് എന്ന് മനസ്സിലാക്കിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടവനായി. വേറെ ചില ആളുകൾ മനസ്സിലാക്കി ലാ മഅബൂദ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടുന്നവൻ, ഇബാദത്തെടുക്കപ്പെടുന്നവൻ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല. ആ അർത്ഥവും ശരിയല്ല. എന്താ, ആരാധിക്കപ്പെടുന്നവൻ അള്ളാഹു അല്ലാത്ത വേറെ പലരുണ്ട്. അത് നബിന്റെ കാലഘട്ടത്തിലുണ്ട്, എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇനിയും ഉണ്ടാവും. പലരെയും ആരാധിക്കുന്നു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവൻ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല എന്നല്ല, ആരാധിക്കപ്പെടേണ്ടവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നാണ്. അതല്ലെങ്കിൽ പിന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ശരിയല്ല എന്ന് പറയേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോഴും ഒരുപാട് ഇബ്രാഹിം നബി അടക്കമുള്ള ആളുകളോടും വിഗ്രഹങ്ങളോടും മരങ്ങളോടും പലതിനോടും മക്കയിലെ അറബികൾ ഇബാദത്ത് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ തെറ്റായ അർത്ഥത്തിലാണ് പലപ്പോഴും ജാഹിലിയത്തിൽ ആളുകൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കാലഘട്ടത്തിലും ഇന്ന് നമ്മുടെ നാട്ടിലും ലോകത്തിന്റെ പല ഭാഗത്തും നോക്കിയാലും ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ജാഹിലിയത്തിൽ ആളുകൾ മനസ്സിലാക്കിയതുപോലെയും മനസ്സിലാക്കിയിട്ടില്ല. കാരണം എന്താ, നേരത്തെയും ഒരു വാചകം നമ്മൾ വായിച്ചിട്ടുണ്ട്, ഇക്കാലഘട്ടത്തിലെ ആളുകൾക്ക് മനസ്സിലായതിനേക്കാൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം നബിന്റെ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായതുകൊണ്ടാണോ അംഗീകരിക്കുന്നത്? എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ കലിമ ചൊല്ലി പിന്നെ ഔലിയാക്കളോടും അമ്പിയാക്കളോടും സാലിഹീങ്ങളോടും സാദാത്തീങ്ങളോടും ഒക്കെ സഹായം തേടിയാൽ, ഇസ്തിഗാസ നടത്തിയാൽ അതൊന്നും ഇലാഹാക്കലല്ല, അതുകൊണ്ട് ശിർക്കാവുകയില്ല. അതുകൊണ്ട് നേർച്ചയും അതുപോലെ തന്നെ ദുആയും ഇസ്തിഗാസയും ഒക്കെ ആരോടും പറ്റും. ഔലിയാക്കന്മാരായ ആളുകളോടൊക്കെ ഇസ്തിഗാസ നടത്താം, അവരോടൊക്കെ ദുആ ചെയ്യാം. അത് പറയുകയും ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്താണ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾക്ക് മനസ്സിലായതുപോലെ ഇവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഏറ്റവും വലിയ ജാഹിലുകൾ ആരാണ്? ഇക്കാലഘട്ടത്തിലെ മുശ്രിക്കുകളാകുന്നു. ഇവിടെ ഇതിന്റെ വിശദീകരണമായി ഒരു പണ്ഡിതൻ എഴുതിയതാണ്, ഫയകൂനു ഹൗലായി അജ്ഹലു മിൻ ജുഹാലില്ലദീ ബുഇസ ഫീഹിം റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു കാലഘട്ടത്തിലേക്കാണോ നിയോഗിക്കപ്പെട്ടത് അന്നുണ്ടായിരുന്ന വിവരമില്ലാത്ത ജാഹിലുകളെക്കാൾ കടുത്ത ജാഹിലുകളാണ് ഇന്നുള്ള ആളുകൾ. ഇത് ഒരാൾ മാത്രമല്ല, ഒരുപാട് പണ്ഡിതന്മാർ ഈ കാര്യം എഴുതിയിരിക്കുകയാണ്. ഫൈദാ അറഫ്ത അന്ന ജുഹാലൽ കുഫാർ യഅരിഫൂന ദാലിക ഫൽ അജബു മിമ്മൻ യദ്ഈ അൽ ഇസ്ലാമ വഹുവ ലാ യഅരിഫു മിൻ തഫ്സീരി ഹാദിഹിൽ കലിമ മാ അറഫ ജുഹാലുൽ കുഫാർ. ഇത് ശൈഖിന്റെ വാചകം. അപ്പൊ നബി എന്തിനാണ് വന്നത്? നബി വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം മനസ്സിലായിരുന്നു എന്ന കാര്യം നിനക്ക് മനസ്സിലായാൽ അന്ന ജുഹാലൽ കുഫാരി യഅരിഫൂന ദാലിക, ജാഹിലിയത്തിലെ കാഫറുകളായ വിവരദോഷികൾ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലായി. എന്നാൽ ഫൽ അജബു മിമ്മൻ യദ്ഈൽ ഇസ്ലാം, എന്നാൽ ഇസ്ലാമാണെന്ന് വാദിക്കുന്നവരുടെ കാര്യമാണ് അത്ഭുതം. വഹുവ ലാ യഅരിഫു മിൻ തഫ്സീരി ഹാദിഹിൽ കലിമ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യത്തിന്റെ ആശയത്തിൽ നിന്ന് ഇന്നത്തെ മുസ്ലിങ്ങളാണെന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല മാ അറഫ ജുഹാലുൽ കുഫാരി, കാഫറുകളായ, അതായത് കാഫറുകളായ ജാഹിലികൾ എന്ന് പറഞ്ഞാൽ നബിന്റെ കാലഘട്ടത്തിലെ ജാഹിലി കാലഘട്ടത്തിലെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ കുറിച്ചാണ്. അവർക്ക് മനസ്സിലായ അത്ര ഇന്ന് മുസ്ലിമാണെന്ന് പറയുന്ന ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തഫ്സീർ, അതിന്റെ വിശദീകരണം, ആശയം മനസ്സിലായിട്ടില്ല. ഇതാണ് അത്ഭുതകരമായ കാര്യം. ജാഹിലിയത്തിലെ ആളുകൾക്ക് മനസ്സിലായില്ല, അവർ കൊടും ശിർക്ക് ജീവിച്ച ആൾക്കാരാണ്. എന്നാൽ ഇന്ന് ഖുർആനും ഹദീസും ഒക്കെ പഠിക്കുകയും വായിക്കുകയും അത് തഫ്സീർ നടത്തുകയും അതിന് ശർഹ എഴുതുകയും അറബിയിൽ പുസ്തകങ്ങൾ രചിക്കുകയും വയല് പറയുകയും ചെയ്യുന്ന ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലായില്ല എന്നതാണ് ജാഹിലിയത്തിലെ മുശ്രിക്കുകൾക്ക് മനസ്സിലായില്ല എന്നതിനേക്കാൾ അത്ഭുതകരമായ കാര്യം. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തി കാണാം. ഷെയ്ഖ് ഇങ്ങനെ പറയാൻ കാരണം, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കാലഘട്ടത്തിൽ, അതായത് അധികം കാലമൊന്നുമില്ല, ഒരു 200 കൊല്ലത്തിന്റെ അപ്പുറം, ആ കാലഘട്ടത്തിലെ ആളുകൾ ജാഹിലിയത്തിലെ ആളുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാത്തവരായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സൗദി അറേബ്യയുടെ ചരിത്രം പരിശോധിച്ചറിയാം, ഈത്തപ്പനയെ പോലും നമ്മുടെ നാട്ടിൽ പശുവിനെ ആരാധിക്കുന്നത് പോലെ പനയെ പോലും ആരാധിച്ചിരുന്ന ആളുകൾ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കൊടിയ ശിർക്ക്, നാട് മുഴുവൻ എവിടെ നോക്കിയാലും
ജാറങ്ങൾ, ഖബറുകൾ കെട്ടിപ്പൊക്കിയത്, അതിനെ ആരാധിക്കുന്നവർ, അവർക്ക് നേർച്ചയാക്കുന്നവർ, അങ്ങനെ ശിർക്കിൽ മുങ്ങിക്കുളിച്ച ഒരു വിഭാഗം ആളുകളായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ആ ആളുകൾ അത്തരമൊരവസ്ഥയിലെത്തിയത്? അവർ ലായലായലെന്ന് കേൾക്കാത്തവരല്ല, ലായലായലെന്ന അവരുടെ നാവ് കൊണ്ട് പറയാത്തവരല്ല, അള്ളാഹു ഉണ്ട് എന്ന് മനസ്സിലാക്കാത്തവരല്ല, നമസ്കാരമോ നോമ്പോ ഉംറയോ സക്കാത്തോ ഹജ്ജോ ഒന്നും ചെയ്യാത്തവരുമല്ല. നേരത്തെ ജാഹിലിയത്തിലെ മുശ്രിക്കുകളെ കുറിച്ച് മനസ്സിലാക്കിയതുപോലെ ഇവർ തൊള്ള കൊണ്ട് ലായലായലെന്ന് പറഞ്ഞു. പക്ഷേ വലാ യദ്റൂന മാ വറാഅഹ മിനൽ മആനി, ഈ ലായലായലെന്ന് പറയുന്നതിനപ്പുറത്ത് ഈ ലായലായലിന്റെ ആശയം എന്താണ് എന്നവർ മനസ്സിലാക്കിയില്ല. ഫലാ ഖൈറ ഫീ റജുലിൻ ജുഹാലുൽ കുഫാരി അഅലമു മിൻഹു ബിമആനി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം മനസ്സിലാക്കിയ കാഫിറുകളായ ജാഹിലുകളെക്കാൾ അത് തിരിയാത്ത ഒരുത്തനിൽ ഫലാ ഖൈറ, യാതൊരു ഖൈറുമില്ല. ജാഹിലത്തിലെ ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം മനസ്സിലായി, എന്നാൽ അവർക്ക് മനസ്സിലായതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹന്റെ അർത്ഥം മനസ്സിലാകാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയ ഒരുത്തനിൽ ഫലാ ഖൈറ, ഒരു ഖൈറുമില്ല. കാരണം എന്താ? നബിന്റെ കാലഘട്ടത്തിലെ കാഫിറായ മുശ്രിക്കായ ആളുകളെക്കാൾ മോശമാണ് ഇവൻ. കാരണം അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലായി, ഇവർക്ക് മനസ്സിലായതുമില്ല. ബൽ യظن അന്ന ذلك هو التلفظ بحروفها من غير اعتقاد القلب لشيء من المعاني. മാത്രമല്ല ഇന്നത്തെ പലരും മനസ്സിലാക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഹൃദയം കൊണ്ട് അതിന്റെ ആശയം മനസ്സിലാക്കി വിശ്വസിക്കാതെ ആ അക്ഷരങ്ങൾ ഉരുവിട്ടാൽ മതി എന്നാകുന്നു പലരുടെയും ധാരണ. ഒരുപക്ഷെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകൾ ചെല്ലുന്നതിനേക്കാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ വരാരാ, ജാറത്തുനിന്ന് നീറ്റ് വരാത്ത മനുഷ്യന്മാർ, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്നവർ, അള്ളാഹു അല്ലാത്ത മറ്റ് പലതിനോടും ദുആ ചെയ്യുന്നവർ, നേരത്തെ ക്ലാസ്സുകൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അത്യാപൽ ഘട്ടങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നവരും ചെറിയ ചെറിയ കേസിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരും, അങ്ങനെയുള്ള മുശ്രിക്കുകളെക്കാൾ തലതിരിഞ്ഞ വിശ്വാസവും പ്രവൃത്തിയും വെച്ചു പുലർത്തുന്നവർ ഇടക്കിടക്ക് ദിവസം 100 കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. നമസ്കാരം കഴിഞ്ഞാൽ 10 വട്ടം ചൊല്ലും. പക്ഷേ എന്താണ് അതിന്റെ ആശയം മനസ്സിലാക്കിയില്ല. അവർ മനസ്സിലാക്കിയത് അള്ളാഹ് കൊടുക്കേണ്ട എന്തും ആർക്കും കൊടുക്കാം, അള്ളാഹു ഉണ്ട്, അവനാണ് സിർത്താവ്, 2 സിർത്താവ് ഉണ്ട് എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി എന്നതാണ്. വൽ ഹാദിഖു മിൻഹും യظن അന്ന മഅനാഹ, മുസ്ലിങ്ങളാണെന്ന് പറയുന്നവരിൽ പെട്ട, ഇത് ജാഹിലിയത്തിലെ ആളുകളെ കുറിച്ചല്ല കേട്ടോ, മുസ്ലിങ്ങളാണെന്ന് വാദിക്കുന്നവരിൽപ്പെട്ട സമർത്ഥന്മാരായ ആളുകൾ, കഴിവുള്ള ആളുകൾ, എന്നാൽ കിതാബ് ഓതിയിട്ടുണ്ട്, ദർസ് നടത്തുന്നുണ്ട്, ദീൻ പഠിപ്പിക്കുന്നുണ്ട്, വയല് പറയുന്നുണ്ട്, പുസ്തകം എഴുതുന്നുണ്ട്, അങ്ങനെയുള്ള സമർത്ഥന്മാരായ ആളുകൾ പോലും ധരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം എന്താണ്? ലാ യഖ്ലുഖു വലാ യർസുഖു വലാ യുദബ്ബിറു ഇല്ലല്ലാഹ്. സൃഷ്ടിക്കുന്നവൻ, റിസ്ക് നൽകുന്നവൻ, നിയന്ത്രിക്കുന്നവൻ അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. അതാണ് ലാ ഇലാഹയുടെ അർത്ഥം. ആണോ? അല്ല. സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്, റിസ്ക് നൽകുന്നവൻ അല്ലാഹുവാണ്, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. ഇതൊക്കെ മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ എന്തുമാത്രം അംഗീകരിച്ചില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹ്, സൃഷ്ടാവും റിസ്ക് നൽകുന്നവനും മുദബ്ബിറുമായ അള്ളാഹുവിന് മാത്രമേ ഇബാദത്തെടുക്കാവൂ എന്ന ലാ ഇലാഹ ഇല്ലല്ലയുടെ ആശയം അവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വാക്കുകൊണ്ട് നാവിലൂടെ ഉരുവിടുകയും ആരാധന, ഇബാദത്ത്, ദുആ അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്ന് മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ വിവരദോഷിയിൽ ഒരു നന്മയും പ്രതീക്ഷിക്കേണ്ടതില്ല. എത്ര വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടും കാര്യമില്ല. ഇനി അവരിൽപ്പെട്ട സമർത്ഥരായ ആളുകൾ, നിപുണന്മാരായ ആളുകൾ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വിദ്യാത്തിന്റെ, അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന വിദ്യാത്തിന്റെ ആളുകൾ, അതുപോലെ തന്നെ ബുദ്ധിപരമായും തത്വചിന്തയുടെ അടിസ്ഥാനത്തിലുമൊക്കെ അള്ളാഹുവിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി പുസ്തകം എഴുതുകയും ചെയ്ത ആളുകൾ. അവര് തൗഹീദുൽ ഉലൂഹിയ്യത്ത് അംഗീകരിച്ചില്ല, തൗഹീദുൽ റുബൂബിയ്യ അംഗീകരിക്കുന്നു. അവനാണ് സിർത്താവ്, അവനാണ് റിസ്ക് നൽകുന്നവൻ, അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ. ഇതുപോലെ മക്കയിലെ മുശ്രിക്കുകൾ അംഗീകരിച്ച കാര്യങ്ങളൊക്കെ ശൈഖിന്റെ കാലഘട്ടത്തിലെ ആളുകളും അംഗീകരിച്ചിരുന്നു. പക്ഷേ അതിനപ്പുറത്ത് ഇബാദത്തിന്റെ ഇനത്തിൽപ്പെട്ട ഒന്നും അള്ളാഹു അല്ലാത്ത ആരിലേക്കും തിരിച്ചുവിട്ടുകൂടാ, അത് അള്ളാഹുവിന് മാത്രമേ നൽകാവൂ എന്ന കാര്യം അവർ മനസ്സിലാക്കിയില്ല. ആ കൂട്ടത്തിൽ ഇവിടെ എണ്ണി പറയുന്നുണ്ട് അശായറ, മാത്തുരീദി വിഭാഗത്തിൽപ്പെട്ട ആളുകളും. ഒരു സമസ്തക്കാരനായി ഒരുത്തനെ അംഗീകരിക്കണമെങ്കിൽ അവൻ 4ൽ ഒരു മദ്ഹബ് സ്വീകരിച്ചവനാകണം. പിന്നെ അശ്അരി,
അല്ലെങ്കിൽ മാത്തുരീദി അഖീദ അംഗീകരിച്ചവനാകണം. അള്ളാഹു റസൂൽ പഠിപ്പിച്ച അഖീദ അംഗീകരിക്കണം എന്നല്ല, ഖുർആനും സുന്നത്തും അംഗീകരിക്കണം എന്നല്ല, 4 മദ്ഹബിൽ ഏതെങ്കിലും മദ്ഹബ് അംഗീകരിക്കണം, അത് ഏതായാലും കുഴപ്പമില്ല. പിന്നെ അശ്അരി അഖീദ അല്ലെങ്കിൽ മാത്തുരീദി അഖീദ. അശായറ എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായി ഒരുപാട് പിഴവുകൾ സംഭവിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് അശ്അരിയാക്കൾ, അതുപോലെ തന്നെ മാത്തുരീദിയാക്കൾ. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു അഖീദ അംഗീകരിക്കണം എന്നാണ്. സലഫുകളുടെ അഖീദ അംഗീകരിക്കണം എന്നല്ല, പൂർവികരായ ആളുകൾ പഠിപ്പിച്ച ശരിയായ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലുള്ള അഖീദ മനസ്സിലാക്കണമെന്നല്ല, ഇത് അംഗീകരിക്കുന്നതാണ്. പല സിഫത്തുകളെയും നിഷേധിക്കുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പിഴവുകൾ ഈ പറയുന്ന വിഭാഗങ്ങളിലുണ്ട്, അത് അംഗീകരിക്കുന്നവരാണ്. അത്തരത്തിലുള്ള ആളുകൾ ശൈഖിന്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരം ആളുകളിൽ ഒരു ഖൈറുമില്ല എന്ന് അദ്ദേഹം എഴുതിയത്. ഇതാ അറഫ്ത മാ ഖുൽതു ലക മഅരിഫത ഖൽബി, മുകളിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നീ ഹൃദയം കൊണ്ട് മനസ്സിലാക്കിയാൽ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് മക്കയിലെ അറബികളുടെ വിശ്വാസം ഉണ്ടായിരുന്നത്, അവർ അംഗീകരിക്കാതെ പോയത് എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും വഅറഫ്ത ശിർക ബില്ലാഹില്ലദീ ഖാലല്ലാഹു ബിഹി, ശിർക്ക് എന്താണ് എന്നും നീ മനസ്സിലാക്കിയാൽ. ഏത് ശിർക്ക്? അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ശിർക്ക്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇത്മൻ അളീമാ. അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നത് അല്ലാഹു തആല തീർച്ചയായും പുറത്തു കൊടുക്കുകയില്ല. എന്നാൽ അതല്ലാത്തത്, അതായത് ശിർക്കല്ലാത്ത കാര്യങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. അല്ലാഹുവിൽ വല്ലവനും പങ്കു ചേർക്കുന്നുവെങ്കിൽ അവൻ വലിയ ഗുരുതരമായ കുറ്റം ആരോപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ? അള്ളാഹുവിന് പങ്കുകാരുണ്ട് അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാം എന്നൊരുത്തൻ വാദിച്ചാൽ അതിനേക്കാൾ വലിയൊരു ആരോപണം, തെറ്റായ പ്രവൃത്തി വേറുണ്ടോ? അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയ കാര്യം എന്താ? ശിർക്ക് അള്ളാഹു പൊറുക്കുകയില്ല. ഇത് വലിയ ശിർക്കാണെങ്കിലും ചെറിയ ശിർക്കാണും പൊറുക്കുകയില്ല എന്നതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ചില ആൾക്കാരവിടെ ചെറിയ ശിർക്ക് പൊറുക്കും എന്ന് പറയുന്നു. അള്ളാഹു അവിടെ ചെറുത് വലുതും പറഞ്ഞിട്ടില്ല. അൻ യുശ്റക ബിഹി, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ അവൻ പൊറുക്കുകയില്ല. അപ്പൊ ചെറിയ ശിർക്കാണെങ്കിലും വലിയ ശിർക്കാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പൊറുക്കുകയില്ല. പൊറുക്കുകയില്ല എന്ന് പറഞ്ഞാൽ ശിർക്ക് ഒഴിവാക്കി തൗബ ചെയ്ത് ശിർക്കിൽ നിന്ന് മടങ്ങിയാൽ അള്ളാഹ് പൊറുക്കും. ശിർക്കോട് കൂടിയാണ് മരിച്ചു പോകുന്നതെങ്കിൽ പൊറുക്കൂല. ഈ നിലക്ക് തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കുകയും ശിർക്കിന്റെ ഗൗരവം ബോധ്യപ്പെടുകയും ചെയ്യുക. അങ്ങനെയുള്ള ആളുകൾ, ഇബ്നുൽ ഖയ്യിമിന്റെ ഒരു വാചകം കാണാം, അഹ്ലുത് തൗഹീദി ഹും ഖുലാസത്തുൽ വജൂദ് വഹും സഫ്വത്തുല്ലാഹി ഫിൽ അർദ്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന തൗഹീദ് മനസ്സിലാക്കിയ ആളുകൾ വളരെ ചുരുങ്ങിയ ഒരു കൂട്ടം ആളുകൾ മാത്രമാണ്. അവരാണ് ഭൂമിയിൽ അല്ലാഹുവിന്റെ സഫ്വ, അതായത് ശരിയായ കറകളഞ്ഞ വിശ്വാസം സ്വീകരിച്ച ആളുകൾ. وعرفت دين الله الذي بعث به الرسل من أولهم إلى آخرهم الذي لا يقبل الله من أحد سواه. അപ്പൊ അവിടെ നേരത്തെ 2 കാര്യം പറഞ്ഞു. ഒന്ന്, ഹൃദയം കൊണ്ട് തൗഹീദ് എന്താണ് ശിർക്ക് എന്താണെന്ന് മനസ്സിലാക്കുക, ശിർക്കിന്റെ ഗൗരവം അത് നിനക്ക് ബോധ്യപ്പെടുക, അത് ഉൾക്കൊള്ളുക. മൂന്നാമത്തേത്, അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത്, ആ ദീൻ പഠിപ്പിക്കാനാണ് ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു നിയോഗിച്ചത്. ആ ദീന് ലാ യഖ്ബലുല്ലാഹു മിൻ അഹദിൻ സിവാഹു, അള്ളാഹുവിന്റെ ഇസ്ലാമാകുന്ന ദീനല്ലാത്ത ഒന്നും ഒരാളിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നും നീ മനസ്സിലാക്കിയാൽ. അതാണ് മൂന്നാമത്തെ കാര്യം. ഇവിടെ എല്ലാ പ്രവാചകന്മാരെയും ആദ്യം മുതൽ അവസാനം വരെ അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാർ കൊണ്ടുവന്ന മതം എന്ന് പറഞ്ഞാൽ അതെന്താ? നേരത്തെ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുള്ളത് തൗഹീദ് പഠിപ്പിക്കാനാണ്. ആദം നബി മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ നബിമാരുടെയും ദീൻ ഒരൊറ്റ ദീനാണ്. അത് അള്ളാഹു അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാൻ പാടില്ല, അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പാടില്ല എന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള നബിമാർ ഏതൊരു മതവുമായി അള്ളാഹു അവരെ നിയോഗിച്ചുവോ ആ ദീൻ എന്ന് പറയുന്നത്, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദീൻ, എന്ന ഇസ്ലാം, അതല്ലാത്ത ഒന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. കാരണം എന്താ? അതല്ലാത്തത് ഒന്നുകിൽ കുഫ്റാണ് അല്ലെങ്കിൽ ശിർക്കാണ്. ശിർക്ക് ഉണ്ടായാൽ എല്ലാ അമലും പൊളിഞ്ഞു പോകും. കുഫ്ർ ഉള്ളവന്റെ ഒരു അമലും സ്വീകരിക്കപ്പെടുകയുമില്ല. വഅറഫ്ത മാ അസ്ബഹ ഗാലിബൻ നാസി അലൈഹി മിനൽ ജഹ്ലി ബിഹാദാ അഫാദക ഫായിദതൈൻ. നാലാമത്തെ കാര്യം അതും കൂടി നീ മനസ്സിലാക്കിയാൽ അതെന്താ? മാ അസ്ബഹ ഗാലിബുൻ നാസി അലൈഹി മിനൽ ജഹ്ലി, മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകളും അകപ്പെട്ടിട്ടുള്ള വിവരക്കേട് എന്താണ് എന്നും നീ മനസ്സിലാക്കിയാൽ. അപ്പൊ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ 3 കാര്യങ്ങളും മനസ്സിലാക്കിയവർ മനുഷ്യരിൽ വളരെ കുറവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കുക,
ശിർക്കിന്റെ ഗൗരവം ബോധ്യപ്പെടുക. എല്ലാ നബിമാരും പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന കാര്യമാണ്. ഇത് മൂന്നും. നാലാമത്തെ കാര്യം എന്താ? മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകളും ഇത് മനസ്സിലാക്കാത്തവരും ജഹ്ലിൽ അകപ്പെട്ടവരുമായി തീർന്നിരിക്കുന്നു എന്നും മനസ്സിലാക്കിയാൽ നിനക്ക് 2 ഗുണം കിട്ടും. അഫാദക ഫായിദത്തെ, 2 ഫായിദ, 2 നേട്ടം നിനക്കുണ്ട്. അതെന്താ? ഒന്നാമത്തേത് അൽ ഫറഹു ബിഫദ്ലില്ലാഹി വറഹ്മതിഹി കമാ ഖാല തആല ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. സൂറത്ത് യൂനുസിലെ 88-ാമത്തെ ആയത്ത്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോ നമുക്കുള്ള ഗുണം പറയണത് എന്ത്? അൽ ഫറഹു ബിഫദ്ലില്ലാഹ്, അള്ളാഹുവിന്റെ ഫദ്ല്, ഔദാര്യം, ഉദാരത കൊണ്ട് സന്തോഷിക്കുക. വറഹ്മതിഹി, അവന്റെ കാരുണ്യം കൊണ്ട് സന്തോഷിക്കുക. നമുക്ക് അള്ളാഹുവിന്റെ ഫദ്ല് കിട്ടിയിട്ടുണ്ട്. ആർക്ക്? തൗഹീദുള്ള ആളുകൾക്ക് സന്തോഷിക്കാനുള്ള വക. നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ മനസ്സിലായി. 4-മത്തത് മനസ്സിലായി. ഭൂരിഭാഗം ആളുകളും ഇക്കാര്യം മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ നമുക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആളുകൾക്കുള്ള ജഹാലത്ത് നമുക്കില്ല എങ്കിൽ 2 കാര്യം കൊണ്ട് സന്തോഷിക്കാം. ഒന്ന് അള്ളാന്റെ ഫദ്ലാണ്, മറ്റൊന്ന് അള്ളാഹുവിന്റെ റഹ്മത്താണ്. എന്തായന് സൂറത്ത് യൂനുസിൽ പറയുന്ന ആയത്ത്, ഖുൽ നബിയെ പറയുക ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ടും, ഫബിദാലിക ഫൽയഫ്റഹു, അതിനാൽ അല്ലെങ്കിൽ അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ എന്ത് ഒരുമിച്ചു കൂട്ടുന്നുവോ അതിനേക്കാൾ ഏറ്റവും ഗുണകരമായത് ഈ 2 കാര്യങ്ങളാകുന്നു. അതുകൊണ്ട് സന്തോഷിക്കൽ. ഇത് സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരായത്താണ്. ഇനിയിപ്പോ സഫറും കഴിഞ്ഞ് റബീഉൽ അവ്വൽ ആവുമ്പോ അവന് നബിദിനത്തിന് തെളിവ് പറയുമ്പോ ഈ ആയത്തോതും. ഇത് ഓതിയിട്ടാണ് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു, സന്തോഷിച്ചോളൂ. ഇവിടെ ഫദ്ല്, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നബിയാണ്, നബിന്റെ ജന്മമാണ്, ജന്മദിനാഘോഷമാണ് എന്ന് പറഞ്ഞിട്ട് ജന്മദിനത്തിന് ഖുർആനിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കുന്ന ആയത്താണ്. പക്ഷെ ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? പല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുള്ളത് മനുഷ്യന് അള്ളാഹുവിനെ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും യഥാർത്ഥ തൗഹീദ് ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അതെന്താണ്? അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ഫദ്ലാണ്, അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ഔദാര്യമാണ്, അവന്റെ ഫദ്ല് കൊണ്ട് ലഭിച്ചതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഹസൻ ബസ്രി, മറ്റു പലരും പറഞ്ഞതായി ഇബ്നു ജരീർ തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ ഒരു കാര്യം, അന്നഹും ഫസ്സറൂ ഫദ്ലല്ലാഹി ബിൽ ഇസ്ലാം ബിഫദ്ലിഹി, അള്ളാഹുവിന്റെ ഫദ്ല് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ പറഞ്ഞ ആദ്യൻ പ്രവാചകൻ തൊട്ട് അവസാനത്തെ പ്രവാചകൻ വരെ ഉള്ള നബിമാരിലൂടെ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള അവനെ മാത്രം ആരാധിക്കുക എന്നതാണ് ആ ഫദ്ല്. അപ്പൊ തൗഹീദ് കിട്ടുക, അതുകൊണ്ട് സന്തോഷിക്കുക. പിന്നെ റഹ്മത്തോ വറഹ്മത്തുഹു ബിൽ ഖുർആൻ, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആനാണ്. കാരണം ഖുർആൻ അള്ളാഹു ഇറക്കിയത് മനുഷ്യരെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഹിദായത്തിന്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കലാണ്. ഖുർആനിൽ ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം അള്ളാഹു ഇറക്കി തന്നു, അത് അള്ളാഹുവിന്റെ റഹ്മത്താണ്. അപ്പോ ഇസ്ലാമാകുന്ന തൗഹീദും അത് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു അയച്ചിട്ടുള്ള ഖുർആനും, ഇതാണ് ഫദ്ലും റഹ്മത്തും. അപ്പൊ തൗഹീദ് കിട്ടുക, ഖുർആൻ ലഭിക്കുക, അത് ഉൾക്കൊള്ളാൻ സാധിക്കുക, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ. അപ്പൊ എന്താണ്? തൗഹീദുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാൻ വകയുണ്ട്. ഇസ്ലാം തൗഹീദ് കിട്ടി, ആ ഖുർആന്റെ ആളുകളാകാൻ, അത് ഉൾക്കൊള്ളാനും സാധിച്ചു. ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഫസ്സറൂ അർ-റഹ്മത ബിമാ ഹുവ അഖസ്സു മിനൽ ഫദ്ൽ, ഫദ്ലിനേക്കാൾ ഖാസായ ഒരു കാര്യം കൊണ്ടാണ് റഹ്മത്തിനെ അവർ വിശദീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, മുകളിൽ പറഞ്ഞത് തന്നെ ഫദ്ല് എന്ന് പറഞ്ഞാൽ ആമായതാണ്. ഇസ്ലാമുമായി ബന്ധപ്പെട്ട എല്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ? തൗഹീദ്, അതതിന്റെ അടിത്തറയാണ്. പിന്നെ അതിന്റെ ഭാഗമായി ഉണ്ടാകേണ്ടുന്ന മറ്റ് വിശ്വാസപരവും കർമ്മപരവുമായ എല്ലാ കാര്യങ്ങളും, ഇതൊക്കെ കൂടിയതാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത് തൗഹീദാണ്. അപ്പൊ ഒരു വലിയ കുറെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാം ദീൻ എന്നതാണ് ഫദ്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഖുർആൻ, അത് റഹ്മത്തും. ആ റഹ്മത്ത് കിട്ടുന്ന ആളുകൾ, ഖുർആൻ
അംഗീകരിക്കുക, അത് മനസ്സിലാക്കുക. അവരാണ് ആര്? അള്ളാഹുവിന്റെ ആളുകൾ, അഹ്ലുല്ലാ, അള്ളാഹുവിന്റെ ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയവർ. അപ്പൊ അള്ളാഹുവിന്റെ ആളുകളാകണമെങ്കിൽ ഈ തൗഹീദും അതിന്റെ വിശ്വാസവും അതിന്റെ എതിരായ ശിർക്കിന്റെ ഗൗരവവും ശിക്ഷയും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന ഖുർആൻ മനസ്സിലാക്കുകയും പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്താൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ അള്ളാഹുവിന്റെ ആളുകളായി. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, അഹ്ലുൽ ഖുർആനി ഹുമുൽ ആലിമൂന ബിമാ ഫീഹി അൽ ആമിലൂന ബിമാ ഫീഹി. ഖുർആന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ എന്താണോ ഉള്ളത് അത് മനസ്സിലാക്കുകയും മനസ്സിലാക്കിയതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ. ആലിമൂന ആമിലൂന, അത് മനസ്സിലാക്കിയവരും അതനുസരിച്ച് പ്രവർത്തിച്ചവരും. വഇല്ലം യഹ്ഫളൂ സൂറ വആയാത്ത്, ഒരു സൂറത്തോ അല്ലെങ്കിൽ ഖുർആനിലെ ആയത്തുകളോ ഹിഫ്ളാക്കിയിട്ടില്ലെങ്കിൽ പോലും, ഹിഫ്ളാക്കൽ പുണ്യാണ്, പക്ഷെ ഒരാള് ഹിഫ്ളാക്കിയിട്ടില്ല വിചാരിക്കുക, അയാൾക്ക് കുറെ ഹിഫ്ളൊന്നുമില്ല, എന്നാൽ പോലും ഖുർആനിലെ കാര്യങ്ങൾ അവൻ പഠിച്ചിട്ടുണ്ട്. ഹിഫ്ളാക്കണമെന്നല്ലല്ലോ പഠിക്കാൻ, പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാകുന്നു ഖുർആന്റെ ആളുകൾ എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തിയതായി കാണാം. വഅഫാദക അയ്ളൻ, ഈ രണ്ട് ഫായിദ, ഇസ്ലാം കിട്ടി, ഖുർആൻ കിട്ടി, അതിന്റെ ആളുകളാകാൻ സാധിച്ചു എന്ന സന്തോഷത്തോടൊപ്പം മൂന്നാമത്തെ കാര്യം എന്താ? അൽ ഖൗഫൽ അദീമ, വലിയ ഭയപ്പാട് നിനക്കുണ്ടാകണം. അതെന്തുകൊണ്ടാ? ഭൂരിഭാഗം ആളുകൾക്കും ഈ തൗഹീദ് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അവർ അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല, അതിന് ശരിയായ ആശയം അവർ ഉൾക്കൊണ്ടിട്ടില്ല, നാവ് കൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പൊ ഞാനും ഈ തൗഹീദിന്റെ ആളാകാൻ സാധിച്ച, ഖുർആന്റെ അനുയായിയാകാൻ സാധിച്ച, അതുകൊണ്ട് സന്തോഷിക്കാൻ ഖുർആൻ പറഞ്ഞവരിൽപ്പെട്ട എന്നിലേക്ക് ശിർക്ക് കടന്നു വരുമോ എന്ന പേടി നിനക്കുണ്ടാകണം. കാരണം ശിർക്ക് എപ്പോഴും എങ്ങനെയും കടന്നു വരാം. ചില ഹദീസുകളിൽ കറുത്ത പാറപ്പുറത്ത് കറുത്ത നിറത്തിലുള്ള ചെറിയ പൊടിയുറുമ്പ്, അത് എങ്ങനെ ഇഴഞ്ഞു നടക്കുമ്പോ കാണാൻ കഴിയില്ല. പാറന്റെ നിറവും കറുപ്പ്, ഉറുമ്പും കറുപ്പ്, അതിന്റെ ചെറിയ പൊടിയുറുമ്പ്, അത് കാണാൻ പറ്റാത്തതുപോലെ അതിനേക്കാൾ ഗോപ്യമായി ശിർക്ക് നിങ്ങളിലേക്ക് ഇഴഞ്ഞു വരും, അരിച്ചു വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ താക്കീതുണ്ട്. സഹാബികളോടാ പറയുന്നത്. തൗഹീദിന് വേണ്ടി യുദ്ധം ചെയ്ത നബിയോടൊപ്പം ജീവിച്ച ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച സഹാബികളോട് നബി പറഞ്ഞതാണ്, അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പൊ പിന്നെ നമ്മളെ കാര്യമൊന്നും പറയാനില്ല. പിൽക്കാലക്കാരായ ആളുകൾ, വിവരമില്ലാത്ത ആളുകൾ, പഠിക്കാത്ത ആളുകൾ, പഠിക്കാൻ ശ്രമിക്കാത്ത ആളുകൾ, തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ്, അതിന്റെ ഇനങ്ങൾ എന്താണ്, വലിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊന്നും പഠിക്കാൻ ശ്രമിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അപകടങ്ങൾ കടന്നുകൂടും. കാരണം എന്താണെന്ന് മനസ്സിലായാലേ സൂക്ഷിക്കാൻ പറ്റുള്ളൂ, തടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ പഠിച്ചിട്ടില്ലെങ്കിൽ തടുക്കാൻ കഴിയില്ല. ശരിയായിരിക്കാം എന്ന് വിചാരിച്ച് ചിലപ്പോൾ അതിന്റെ പിന്നാലെ പോകും, അല്ലെങ്കിൽ അതിന്റെ ആളുകളായി മാറും. അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകേണ്ടുന്ന പേടിയിൽ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് ശിർക്കിനെ പേടിക്കുക, അതിൽ പെട്ടുപോകുന്നതിനെ പേടിക്കുക എന്നതാണ്. കാരണം ആ പേടി ഉണ്ടെങ്കിലേ തൗഹീദിന്റെ ആളാകാൻ സാധിക്കുകയുള്ളൂ, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവുകയുള്ളൂ. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഇതുവരെ വിശദീകരിച്ചത് നീ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിനക്ക് കിട്ടും, അല്ലെങ്കിൽ ഈ ഫായിദകൾ നിന്നിലുണ്ടാകണം. ഫഇന്നക ഇദാ അറഫ്ത അന്നൽ ഇൻസാന യക്ഫുറു ബികലിമത്തിൻ യുഖ്രിജുഹാ മിൻ ലിസാനിഹി വഖദ് യഖൂലുഹാ വഹുവ ജാഹിലുൻ ഫലാ യുഅ്ദറു ബിൽ ജഹ്ലി. ഇനി ഒരു മനുഷ്യൻ ഇപ്പൊ ശിർക്കിനെ പേടിക്കണം എന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് പറയാണ് നീ ഈ കാര്യം കൂടി മനസ്സിലാക്കുക. ഒരാൾ അവന്റെ നാവിലൂടെ പുറത്തേക്ക് വിടുന്ന ഒരു വാക്ക്, ആ വാക്കുകൊണ്ട് അവൻ കാഫറായി പോകും. ഒരൊറ്റ വാക്കുകൊണ്ട് കാഫറായി തീരും. വഖദ് യഖൂലുഹ, ചിലപ്പോൾ കുഫറായിത്തീരുന്ന ഒരു വാക്ക് ഒരു മനുഷ്യൻ പറയുന്നത് വഹുവ ജാഹിലുൻ, വിവരമില്ലാതെയാകാം, മനസ്സിലാക്കിക്കൊണ്ടല്ല, അറിയാതെ, അറിവില്ലാത്തവനായിക്കൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ ആ കുഫറിന്റെ വാക്ക് അവൻ പറയുന്നത്. ഫലാ യുഅ്ദറു ബിൽ ജഹ്ലി, അങ്ങനെ വിവരമില്ലാതെ കുഫറിന്റെ വാക്ക് നാവിലൂടെ പറഞ്ഞു പോയ ഒരുത്തൻ അവൻ കാഫറായിത്തീരും. അവന് അറിവില്ലായ്മയുടെ ഉഴ്ദർ നൽകപ്പെടുകയില്ല. ഇത് ശൈഖിന്റെ വാചകം. അപ്പൊ എന്താ പറഞ്ഞ് വാചകം ശരിക്കും മനസ്സിലാക്കണം. അറിവില്ലാത്തവനായിക്കൊണ്ട് നാവിലൂടെ കുഫറിന്റെ ഒരു വാചകം പറയുന്നവൻ കാഫറായിത്തീരും. അവന് ഫലാ യുഅ്ദറു ബിൽ ജഹ്ലി, അറിവില്ലായിരുന്നു എന്ന ഒരു ന്യായം, ഒരു കാരണം അവന് നൽകപ്പെടുകയില്ല. അപ്പൊ ഇത് കേൾക്കുമ്പോ എന്താണ് ആശയക്കുഴപ്പമുണ്ടാവും. അറിവില്ലാത്തവനും കുറ്റക്കാരനാണോ? ഇതിന് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാർ ഈ പുസ്തകത്തിന് ശർഹ് ചെയ്തിട്ടുണ്ട്. ഏത് പുസ്തകം പരിശോധിച്ചാലും ഇതിന്റെ ചർച്ച പരിശോധിച്ചാൽ ഇതിനെക്കുറിച്ച് ദീർഘമായി ചർച്ച നടത്തിയ കാണാം. കുറെ ചർച്ച ചെയ്ത ആൾക്കാരുണ്ട്, കുറച്ച് ചർച്ച ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോ അതിന്റെ ചുരുക്കം ഇവിടെ വിശദീകരിക്കാം. ഒന്നാമത്തെ കാര്യം, ശിർക്കിനെ പേടിക്കൽ
പഠിക്കൽ അനിവാര്യമായ കാര്യമാണ്. ആ ഒരു ഭയപ്പാട് വിട്ടുപിരിയാതെ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകണം. അങ്ങനെ ശിർക്കിനെ സംബന്ധിച്ച ഒരു പേടിയില്ല എങ്കിൽ ഈ സൂചിപ്പിച്ചതുപോലെ ഒരൊറ്റ വാചകം കൊണ്ട് തന്നെ നമ്മെ നരകത്തിലേക്ക് എത്തിക്കുന്ന അബദ്ധത്തിൽ നമ്മൾ പെട്ടുപോകാം. അപ്പൊ അവിടെ വിവരമില്ലാത്ത ഒരവസ്ഥ നമുക്കുണ്ടാകരുത്. എന്താണെന്ന് നമ്മൾ പഠിക്കുകയും അങ്ങനെ ശിർക്കായി തീരുന്ന കാര്യങ്ങളെക്കുറിച്ച് പേടിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ്. പിന്നെ ഈ അവസാനം പറഞ്ഞ ഫലാ യുഅ്ദറു ബിൽ ജഹ്ലി, ഒരാൾ കാഫറായി പോകാൻ കുറേ കാര്യം വേണ്ട, മുശ്രിക്കാകാനും കുറേ സംഗതി വേണ്ട. ഒരൊറ്റ വാക്ക് അവന്റെ നാവിലൂടെ വന്നാൽ തന്നെ അവൻ കാഫറായി പോകും, അല്ലെങ്കിൽ മുശ്രിക്കായി പോകും. അപ്പൊ ഇവിടെ അറിവില്ലാതെ പറഞ്ഞവനും ഫലാ യുഅ്ദറു ബിൽ ജഹ്ലി, അറിവില്ലായ്മയുടെ ഉദ്റ് അവന് നൽകപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ പല പണ്ഡിതന്മാരും വിശദീകരിച്ചതായി കാണാം. ഒന്ന് അബൂ മുഹമ്മദ് അൽ ഖഹ്താനി, അദ്ദേഹത്തിന്റെ അദ്ദലായിലു വൽ ഇശാറാത്തു അലാ കശ്ഫി ശുബ്ഹാത്ത് എന്ന് പറയുന്ന നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിന്റെ ശർഹിൽ അദ്ദേഹം കൊടുത്ത ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം. ഒന്ന്, അദ്ദേഹം പറയാണ്, ഈ ഒരു വാക്ക് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഒരു വാക്കുകൊണ്ട് ഒരാൾ കാഫറായി തീരാം. അവന് വിവരമില്ലാത്തവനാണെങ്കിൽ പോലും ഒരു ഉദ്റും അവനില്ല, ഉദ്ർ നൽകപ്പെടാൻ പറ്റുകയില്ല എന്ന വാക്ക് ഇത് മൊത്തത്തിൽ പറഞ്ഞ ഒരു വാചകമാണ്. ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്താണ്? ഒറ്റ വാചകത്തെ പരിശോധിച്ചാൽ ഒരു ഉദ്റും, അറിവില്ല എന്നതുകൊണ്ട് ഒരു ഉദ്റും ഷെയ്ഖ് ആർക്കും നൽകിയിട്ടില്ല, അറിവില്ല എന്നുള്ളോട് രക്ഷപ്പെടൂല എന്ന് പറയാം. എന്നാൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഷെയ്ഖിന്റെ തന്നെ ചില പുസ്തകങ്ങളിൽ, അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ ഇന്നൽ ജാഹില ലാ നുകഫിറുഹു ബൽ നുദിറുഹു, വിവരമില്ലാത്തവനെ നാം കാഫറാക്കുകയില്ല, മറിച്ച് അവന് നാം ഉദ്ർ നൽകും എന്ന് ഷെയ്ഖ് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ ഈ ഇപ്പറഞ്ഞ ഒരു വാചകത്തിൽ മാത്രം പിടിക്കാതെ ഷെയ്ഖിന്റെ വാചകങ്ങൾ പരിശോധിച്ചാൽ വസ്സഹീഹു ഹുവൽ മൗജൂദു ഫീ റസാഇൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിന്റെ ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുക ഷെയ്ഖ് മുഹമ്മദ് അൽ വഹാബിന്റെ ഗ്രന്ഥങ്ങളൊന്നായി ക്രോഡീകരിച്ചിട്ടുണ്ട്. ആ ക്രോഡീകരിച്ചതിന് അദ്ദേഹത്തിന്റെ പുത്രന്മാരും പേരക്കുട്ടികളുമായ ആളുകൾ, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള, അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഹസൻ, ഇതല്ലാത്ത ആലു ഷെയ്ഖിൽപ്പെട്ട പണ്ഡിതന്മാരും ഇതിനൊക്കെ തഹ്ഖീഖ് നടത്തുകയും ക്രോഡീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ ഒന്നായി പരിശോധിച്ചാൽ ഫഹുവ ലാ യുഅ്ദിറു ബിൽ ജഹ്ലി മുത്ലഖൻ വലാ യൻഫിൽ ഉദ്റ ബിഹി മുത്ലഖൻ ഫഇന്നമാ ഫീഹി തഫ്സീൽ, തീരെ ഉദ്ർ ബിൽ ജഹ്ൽ ഇല്ലെന്നും അദ്ദേഹം പറയുന്നില്ല, എല്ലാവർക്കും ഉദ്ർ ബിൽ ജഹ്ൽ ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നില്ല, മറിച്ച് അതിൽ ചില വിശദീകരണം ആവശ്യമാണ്. എന്നിട്ട് ആ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ചില സന്ദർഭത്തിൽ ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ ഉദ്റുണ്ടാവും, ചിലർക്ക് ഉദ്റുണ്ടാകുകയുമില്ല. അപ്പോ ഒറ്റടിക്ക് പൂർണ്ണമായും ഉദ്റുണ്ടെന്നോ ഉദ്റില്ലെന്നോ പറയാൻ സാധ്യമല്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ശരിയായ നിലപാട് എന്നതാണ് ഇവിടെ അദ്ദേഹം ചുരുക്കി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം തന്നെ വിശദീകരിക്കാൻ, ഈ ശർഹ് എഴുതിയ ആള് വിശദീകരിക്കാൻ, ഫയുലമു അന്നൽ ജഹ്ല ഖദ് യകൂനു ഉദ്റൻ ലിസാഹിബിഹി ഫീ അദമി തൻസീലിൽ കുഫ്രി അലാ സാഹിബിഹി വഖദ് ലാ യകൂൻ. ഒരാൾക്ക് ജഹ്ല്, അറിവില്ലായ്മ എന്നത് അദ്ദേഹത്തിന് മേൽ അല്ലെങ്കിൽ കുഫ്റിൽ അദ്ദേഹത്തെ ഇറക്കി വെക്കുക, അതിന് ഒരു കാരണമാകാം, ചിലപ്പോൾ കാരണമാകാതെയും ഇരിക്കാം. ഒരാൾക്ക് അറിവില്ല എന്നത് ചിലപ്പോൾ അയാൾക്ക് ഉദ്റിന് വകുപ്പുണ്ടാവും, ചില വിഷയത്തിൽ അറിവില്ല എന്നത് ഒരു കാരണമായി പരിഗണിക്കാൻ പറ്റുകയില്ല. അതിന് ഉദാഹരണം അൻ യകൂന ഹദീസ അഹദിൻ ബികുഫ്രി, ഇവിടെ 4 പണ്ഡിതന്മാരുടേത് ഞാൻ ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളത് ശരിക്കും മനസ്സിലാക്കണം. എല്ലാവർക്കും ഉദ്റുണ്ടെന്നാണോ? ആർക്കാണ് ഉദ്റുള്ളത്? അൻ യകൂന ഹദീസ അഹദിൻ ബികുഫ്രി വ ഹദീസ അഹദിൻ ബിഈമാനി ലാ യഅലമു കസീറൻ മിൻ ശറാഇഇൽ ഇസ്ലാമിൽ ളറൂരിയ്യത്തിൽ മുതവാത്തിറത്തിൽ മുജ്മഇ അലൈഹ അല്ലതി ജാഅത് ഫിൽ കിതാബി വസ്സുന്ന. ഒരാൾ കുഫറുമായി അടുത്ത ബന്ധമുള്ളവൻ എന്ന് പറഞ്ഞാൽ അടുത്ത കാലം വരെ കാഫറായിരുന്നു, അല്ലെ മുശ്രിക്കായിരുന്നു. ഇപ്പൊ അടുത്ത കാലത്താണ് കുഫറും ശിർക്കും ഒഴിവാക്കിയിട്ട് ഇസ്ലാമിലേക്ക് വന്നത്. വ ഹദീസ അഹദിൻ ബി ഈമാൻ, അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ഒരാളാണ്. ആ ആൾക്ക് ഇസ്ലാമിലെ ശരീഅത്തിന്റെ പല വിഷയങ്ങളും അദ്ദേഹത്തിന് അറിയില്ല. എങ്ങനെയുള്ള കാര്യങ്ങൾ? അനിവാര്യമായി പഠിക്കേണ്ട, മുത്തവാത്തിറായി പാരമ്പര്യമായി അല്ലെങ്കിൽ സംഘമായി മുസ്ലിം സമൂഹം മുത്തവാത്തിറായി സ്വീകരിച്ചു വന്നിട്ടുള്ള ഏകകണ്ഠമായ കാര്യങ്ങളിൽപ്പെട്ട പലതും ഈ പുതിയ ആൾക്ക് അറിയുകയില്ല. ഖുർആനിലും സുന്നത്തിലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഫമിത്ലു ദാലിക ലാ യക്ഫുർ ബിജഹ്ലിഹി ലിതിൽകൽ മസായിൽ. ഇത്തരം കാര്യങ്ങൾ
കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് ഒരാളിൽ നിന്ന് അത്തരം നിയമങ്ങൾക്കെതിരായ വല്ല കാര്യവും ഉണ്ടായാൽ ഇതുപോലുള്ള വിഷയങ്ങളിൽ അയാൾക്കറിയാതെ ചെയ്തു എന്നതുകൊണ്ട് അയാൾ കാഫറാവുകയില്ല. കാരണം എന്താ? അയാൾ പുതിയ ആളാണ്, അടുത്ത കാലത്ത് വന്ന ആളാണ്, അയാള് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സമയമാകുന്നേ ഉള്ളൂ. അങ്ങനെ ഉള്ള ഒരാൾക്ക് ഉഴുതുറുണ്ട്. അയാൾ പഠിപ്പിക്കപ്പെടണം. ഈ വിവരമില്ലാത്ത ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം അയാൾ അടുത്ത കാലത്ത് ഇസ്ലാമുമായി പരിചയപ്പെട്ട ആളാണ്. ഒരാൾക്ക് ഇസ്ലാമിന്റെ എല്ലാ അറിവും ഒറ്റയടിക്ക് ഒരാളിൽ ഒരുമിച്ച് കൂടുകയില്ല, മറിച്ച് അത് അല്പാൽപമായി മാത്രമേ പഠിച്ചു വരികയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് ഉദറുണ്ടാവും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ അർ-റദ്ദു അലൽ ബക്രി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഇന്നൽ മർഅ ഹദീസ അഹദിൻ ബിൽ കുഫ്രി ഇദാ അൻകറ ഹുർമത്തൽ ഖംരി വ വുജൂബസ് സ്വലാത്തി ദൂന ഇൽമിൻ ഫൽ ജഹ്ലു ഉദ്റുൻ ദൂന തക്ഫീർ. ശൈഖുൽ ഇസ്ലാം പറയാണ്, ഒരു ആൾ ഇസ്ലാമിലേക്ക് അടുത്ത കാലത്തേക്ക് കടന്നു വന്നു എന്നാൽ ഇതുവരെ കുഫറുമായിട്ടാണ് അദ്ദേഹത്തിന്റെ ബന്ധം, ഇപ്പോഴാണ് ഇസ്ലാമിലേക്ക് വന്നത്. അങ്ങനെയുള്ള ഒരാൾ കള്ളുകുടി ഹറാമാണ് എന്നതിനെ എതിർത്തു. കള്ള് ഹറാമൊന്നല്ല, നിസ്കാരം നിർബന്ധമാണ്, അതില്ല, നിസ്കാരം നിർബന്ധമല്ല എന്ന് എതിർക്കുകയോ കള്ള് ഹറാമല്ലെന്ന് പറയുകയോ ചെയ്താൽ ദൂന ഇൽമിൻ, അയാൾ മനസ്സിലാക്കാതെ, കാരണം പുതിയ ആളാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചിട്ടുണ്ട്, അള്ളാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, പക്ഷെ കള്ളുടിക്കാൻ പാടില്ല, നിസ്കാരം നിർബന്ധമാണ് എന്ന് അദ്ദേഹം പഠിച്ചിട്ടില്ല, പഠിക്കാതെയാണ് അയാൾ പറഞ്ഞത്. ഫൽ ജഹ്ലു ഉദ്റുൻ, അപ്പോൾ ഈ വിവരമില്ലായ്മ അയാൾക്ക് ഉദ്റാണ്. ദൂന തക്ഫീരിഹി, അദ്ദേഹത്തെ കാഫറാക്കുന്നതിന് മുമ്പിൽ. ഇനി മറ്റൊരു ഷറഫ് ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുല്ല ഇബ്നു സാലിഹ് അൽ ഹബ്ദാൻ അദ്ദേഹത്തിന്റെ തൗളീഹാത്തുൽ കാശിഫാത്ത് അലാ കശ്ഫി ശുബ്ഹാത്ത് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 89ാമത്തെ പേജ്, അതിൽ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയാം. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കൽ അനിവാര്യമാണ്. ഒന്നാമത്തെ കാര്യം, മാലിക്കി പണ്ഡിതനായ ശിഹാബുദ്ദീനുൽ ഖറാഫി, അറിയപ്പെട്ട പണ്ഡിതനാണ്, പൗരാണിക പണ്ഡിതനാണ് ഖറാഫി. ഈ ഖറാഫി അദ്ദേഹത്തിന്റെ അൽ ഫുറൂഖ്, ഇതും കുറെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറയുന്ന ഒരു പുസ്തകമാണ്. അതിന്റെ 4ാം ഭാഗം 264ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്ന കാര്യം, അൽ ഖായിദത്തു ശർഇയ്യത്തു ദല്ലത് അലാ അന്ന കുല്ല ജഹ്ലിൻ യുംകിനുൽ മുകല്ലഫു ദഫ്ഉഹു ലാ യകൂനു ഹുജ്ജതൻ ലിൽ ജാഹിൽ. മതത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ സൂചിപ്പിച്ചു തരുന്ന ഒരു കാര്യം, അതെന്താണ്? തടുക്കാൻ പറ്റുന്ന, ഒരു പ്രായപൂർത്തിയെത്തിയ അള്ളാഹുവിന്റെ നിയമം പാലിക്കേണ്ടുന്ന ഒരാൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അറിവില്ലായ്മ എന്നാൽ അദ്ദേഹത്തിന് പഠിക്കാൻ സൗകര്യമുണ്ട്, അവസരമുണ്ട്, അതിനുള്ള മാർഗങ്ങളുണ്ട്. അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അറിവില്ലായ്മ ലാ യകൂനു ഹുജ്ജതൻ ലിൽ ജാഹിൽ, അത് അറിയാത്ത ഒരാൾക്ക് ഒരു ന്യായം ആവുകയില്ല. അപ്പൊ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ അവസരമുണ്ട്, എന്നിട്ട് അദ്ദേഹം പഠിച്ചില്ല എങ്കിൽ അറിവില്ല എന്ന ഒരു ന്യായം അയാൾക്ക് ഉണ്ടാവുകയില്ല. ഫൈനല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ അവന്റെ സൃഷ്ടികളിലേക്ക് റിസാലത്തുമായി അയച്ചിട്ടുണ്ട്. അവരുടെ മേലൊക്കെ അള്ളാഹു പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച കാര്യം മനസ്സിലാക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യരുടെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ പഠിക്കലും പ്രവർത്തിക്കലും, പ്രവാചകന്മാർ പഠിപ്പിച്ച കാര്യം പഠിക്കലും പ്രവർത്തിക്കലും രണ്ട് ബാധ്യതയാണ്. രണ്ട് ബാധ്യത, അറിയൽ ഒരു ബാധ്യത, പ്രവർത്തിക്കൽ ഒരു ബാധ്യത. ഇനി ഒരാൾ പഠനത്തെയും പ്രവർത്തനത്തെയും ഉപേക്ഷിച്ച് അയാൾ വിവരമില്ലാത്തവനായി ജാഹിലായി നിലനിൽക്കുന്നുവെങ്കിൽ അവൻ രണ്ട് പാപം ചെയ്തിരിക്കുന്നു. എന്താ? ഒന്ന് പഠിച്ചില്ല എന്ന മഅസിയത്ത്, രണ്ടാമത്തേത് പ്രവർത്തിച്ചില്ല എന്ന മഅസിയത്ത്. അപ്പോ ഒരു കാര്യം ഒഴിവാക്കുന്നതിലൂടെ അവൻ രണ്ട് തെറ്റ് ചെയ്തവനായി തീരുന്നു. അപ്പൊ എന്താണ്? പഠിക്കൽ നിർബന്ധമാണ്. എനിക്ക് മനസ്സിലായി, ഞാൻ പഠിച്ചില്ല, ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാൻ ന്യായമല്ല. ഇനി അത് ഏതൊക്കെ വിഷയത്തിൽ അത് ഇനി പറയും. ഇതേപോലെ ഇബ്നുൽ ലഹാം അൽ ഹംബലി, ഹംബലി പണ്ഡിതനാണ്, ഹിജ്റ 803 മരിച്ചത്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ ചില വിഷയത്തിൽ പറയും, ചില വിഷയത്തിൽ ആധുനികരുടെ തെളിവുണ്ട്, വേറെ ചിലത് പറയും ആധുനികരെ വിടുക, നമുക്ക് പഴയയിലേക്ക് പോകാം. പഴയ ആളുകൾ പറഞ്ഞതാണ് നോക്കേണ്ടത്. 803 മരിച്ച ഇബ്നുൽ ലഹാം എന്ന ഹംബലി പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അൽ ഖവാഇദു വൽ ഫവായിദു അൽ ഉസൂലിയ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 58ാമത്തെ പേജ് പറയാം, ജാഹിലുൽ ഹുക്മി ഇന്നമാ യുഅ്ദറു ഇദാ ലം യുഖസ്സിർ വയുഫർരിദ് ഫീ തഅല്ലുമിൽ ഹുക്മി. എപ്പോഴാണ്
എപ്പോഴാണ് ഒരാൾക്ക് അറിവില്ലായ്മയുടെ ഒരു കാര്യത്തെ സംബന്ധിച്ച വിധി അറിയാത്ത ഒരാൾക്ക് ഒഴികഴിവ് നൽകപ്പെടുക എപ്പോഴാണ്? ഇദാലം യുഖസ്സിർ, അയാൾ കുറവ് വരുത്തിയിട്ടില്ലെങ്കിൽ, വീഴ്ച വരുത്തിയിട്ടില്ലെങ്കിൽ, ഫീ തഅല്ലുമിൽ ഹുക്മി, വിധി പഠിക്കുന്ന കാര്യത്തിൽ വീഴ്ചയോ കുറവോ വരുത്തിയിട്ടില്ല എങ്കിൽ അയാൾക്ക് അറിവില്ലായ്മയുടെ ന്യായം കൊടുക്കാം. അപ്പോ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നിട്ടും അയാൾക്ക് അറിയാതെ പോയതാണെങ്കിൽ ശരി. അമ്മ ഇതാ കസ്സറ വഫറത, എന്നാൽ പഠിക്കുന്നതിൽ വീഴ്ച വരുത്തുകയും കുറവ് വരുത്തുകയും ചെയ്തവൻ ഫലാ യുഅ്ദറു ജസ്മൻ, ഉറപ്പായും അവന് ഒരു ഒഴിവഴിവ് കൊടുക്കാൻ പറ്റുകയില്ല, ഒരു ന്യായവുമില്ല. ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ മദാരിജ് സാലിക്കീൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 1-ാം വാള്യം 217-ാമത്തെ പേജിൽ അദ്ദേഹം പറയാണ്, വകുല്ലു മൻ തമക്കന മിൻ മഅരിഫത്തി മാ അമറല്ലാഹ് വനഹാ അൻഹു ഫഖസ്സറ അൻഹു വലം യഅരിഫു, അള്ളാഹു കൽപ്പിക്കുകയും വിലക്കുകയും ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സൗകര്യം കിട്ടിയ എല്ലാ ആളുകളും ഫഖസ്സറ അൻഹു, എന്നിട്ട് അത് മനസ്സിലാക്കുന്നതിൽ വീഴ്ച വരുത്തി വലം യഅരിഫു, ആ കാര്യം അവൻ പഠിച്ചില്ല എങ്കിൽ ഫഖദ് ഖാമത്ത് അലൈഹിൽ ഹുജ്ജ, അവന്റെ മേൽ തെളിവ് സ്ഥാപിതമായിരിക്കുന്നു. അറിവില്ല എന്നുള്ള ന്യായം കൊണ്ട് കൊടുക്കാൻ പറ്റൂല. എന്താ പറഞ്ഞത്? അള്ളാഹു കൽപ്പിച്ചതും വിലക്കിയതുമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സൗകര്യപ്പെടുകയും എന്നിട്ട് പഠിക്കാതെ വീഴ്ച വരുത്തുകയും ചെയ്തവന്റെ മേൽ അള്ളാഹുവിന്റെ ഹുജ്ജത്ത് സ്ഥാപിതമായിട്ടുണ്ട്. എന്നാൽ അള്ളാഹു പ്രവാചകന്മാരിലൂടെ ഖുർആനിലൂടെ പഠിപ്പിച്ചു, വയൽ നടത്തുന്നു, ഖുർആൻ ക്ലാസ് നടത്തുന്നു, ഖുത്ബ നടത്തുന്നു, ലേഖനങ്ങളുണ്ട്, പുസ്തകങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ പഠിക്കാൻ അവൻ തയ്യാറായില്ല എങ്കിൽ അറിവില്ല എന്ന ന്യായം അവന് കൊടുക്കാൻ പറ്റില്ല. കാരണം പഠിക്കേണ്ടത് അവന്റെ ബാധ്യതയായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ പഠിക്കുക എന്ന ബാധ്യത അതിൽ വീഴ്ച വരുത്തിയത് കൊണ്ട് അവൻ തെറ്റിച്ചാടി, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം അവൻ ചെയ്തില്ല, മനസ്സിലാക്കാൻ പറ്റില്ല, അപ്പൊ അവനാണ് കുറ്റക്കാരൻ. രണ്ടാമത്തെ കാര്യം, അപ്പൊ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് പല പണ്ഡിതന്മാരുടെയും വാചകം കൊടുത്തത്, ആർക്ക് എപ്പോൾ ഉദർ കൊടുക്കണം. രണ്ടാമത്തേത് ഇന്നൽ ഉദ്റ ബിൽ ജഹ്ലി ലിമൻ ലം തബ്ലുഗുഹു ദഅവ, ദഅവത്ത് ഇസ്ലാമിന്റെ പ്രബോധനം അത് എത്താത്ത ആളുകൾക്ക് ഉദ്റ ബിൽ ജഹ്ലുണ്ട്, എത്തിയ ആൾക്കോ ഉദ്റ ബിൽ ജഹ്ലില്ല. ഒരു സ്ഥലത്ത് ചില പണ്ഡിതന്മാര് ആഫ്രിക്കൻ കാടുകൾ, ആമസോൺ വനാന്തരങ്ങൾ ഇതൊക്കെ എണ്ണി പറഞ്ഞു കാണാം. അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് ഒരു മനുഷ്യൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇസ്ലാം ദീൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, മുഹമ്മദ് എന്നുള്ള ഒരാളുണ്ടായിരുന്നു, അത് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നൊന്നും ഒരു വിവരവും എത്താത്ത ഒരു മനുഷ്യൻ, ഓനെ കുറിച്ച് എന്താ പറയാ, അയാൾക്ക് ഉതിറുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒന്നും കേൾക്കാത്തൊരുത്തനായിരിക്കും. അപ്പൊ നമ്മളെ ഏതെങ്കിലും ഒരു ഈ അട്ടപ്പാടിയോ അല്ലെങ്കിൽ വയനാട്ടിലോ എവിടെങ്കിലും സങ്കല്പിക്കുക, കുറച്ചു കാലം മുമ്പേ കാട്ടു താമസ മനുഷ്യന്മാരുണ്ട്, ആളെ കണ്ട ഓടുന്ന ആളുകൾ, ആളന്മാരെന്നൊക്കെ പറഞ്ഞ അങ്ങനെ കാട്ടിക്കിടന്ന മനുഷ്യന്മാര്, ഇവർക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു വെളിച്ചവും ഒരു സന്ദേശവും കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ ഉതിറുണ്ട്. ആ ഉതിറിന് എപ്പോഴാണ് ഓനെ നേരമുള്ള സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും? ഇല്ല. അതിനെ പണ്ഡിതന്മാർ പറഞ്ഞത് പരലോകത്ത് അവനെ അള്ളാഹു പരീക്ഷണത്തിന് വിധേയമാക്കും. അവിടെ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അവിടെ നിന്ന് അംഗീകരിക്കുന്നുവോ എങ്കിൽ അവനെ സ്വർഗത്തിലേക്കാക്കും, ഇല്ല എങ്കിൽ അവനെ നരകത്തിലേക്കാക്കും. വെറുതെ ആക്കൂല, ഒരു പരീക്ഷണമാണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അങ്ങനെയാണെങ്കിലും ഇവിടെ നമ്മൾക്ക് അയാളെ കുറിച്ച് എന്താ പറയാൻ പറ്റുക? മുസ്ലിമാന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. മുസ്ലിമാന്ന് പറയാൻ പറ്റില്ല. കാഫറാന്നും പറയോ? കാഫറാന്നും പറയില്ല. പക്ഷെ ഓനോട് പറഞ്ഞു കൊടുക്കുക, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരാളുണ്ട്, അവനെയാണ് ആരാധിക്കേണ്ടത്, ഇസ്ലാം പഠിപ്പിക്കാൻ വന്ന ആളാണ് മുഹമ്മദ് നബി, അങ്ങനെ ഒരു മതമുണ്ട്, അത് അംഗീകരിക്കണം എന്നോട് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുത്തിട്ട് ഓൻ അംഗീകരിക്കുന്നില്ലേ എങ്കിൽ ഓൻ ഉദുറുബിൽ ജഹ്ലില്ല. കാരണം അതുവരെ വിവരമില്ലായിരുന്നു, പറഞ്ഞു കൊടുത്തപ്പോ ഇങ്ങനെ ഒരു വിവരം ഓന് കിട്ടി, വിവരം കിട്ടി, ഓൻ അംഗീകരിച്ചില്ല, പിന്നെ ന്യായം പറയാനില്ല. അപ്പോ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമിക ദഅവത്തും എത്താത്ത ആളുകൾ. എന്നിട്ട് ഇവിടെ ഇസ്ഹാഖ് ബിൻ അബ്ദുറഹ്മാൻ ആലുശി മുഹമ്മദ് അൽ വഹാബിന്റെ മക്കളിൽപ്പെട്ട പേരക്കുട്ടികളിൽപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, അഹ്ലുൽ ഫത്ര, അഹ്ലുൽ ഫത്ര എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തുമായി വരുന്നതിന്റെ മുമ്പ് ജാഹിലിയത്തിലെ അറബികൾ, നബി വന്നിട്ടില്ല അതിന്റെ മുമ്പ്, ആ ആളുകൾ ലം തബ്ലുഗുഹുമുർ റിസാല, അവർക്ക് റിസാലത്ത് എത്തിയിട്ടില്ല, അള്ളാഹുവിന്റെ മെസ്സേജ്, അതായത് പ്രവാചകനിലൂടെ ലഭിക്കേണ്ട സന്ദേശം കിട്ടിയിട്ടില്ല. വൽ ഖുർആൻ, ഖുർആനും വന്നിട്ടില്ല. വമാതു അലൽ ജാഹിലിയ്യ, അവർ ജാഹിലിയത്തിനാൽ ഇസ്ലാമിന്റെ മുമ്പുള്ള വിവരമില്ലാത്ത അവസ്ഥയാണ് ജാഹിലിയത്ത്. ആ ജാഹിലിയത്തിൽ അവർ മരിച്ചുപോയി. ലാ യുസമ്മൗന മുസ്ലിമീൻ ബിൽ ഇജ്മാ, എന്നാൽ ആ മരിച്ചുപോയ ആളുകളെ കുറിച്ച്
മുസ്ലിം എന്ന് പറയാൻ പറ്റുകയില്ല എന്ന് ഇജ്മാഉണ്ട്. വലാ യുസ്തഗ്ഫറു ലഹും, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടപ്പെടുകയും ചെയ്യില്ല. മുഹമ്മദ് നബി വന്നിട്ടാണല്ലോ ഈ റിസാലത്ത് കിട്ടുന്നത്. മുഹമ്മദ് നബി വരുന്നതിന്റെ മുമ്പ് വരിക എന്ന് പറഞ്ഞാൽ നബിന്റെ നബുവത്ത് 40 വയസ്സായി പ്രബോധനം നടത്തുന്നതിന്റെ മുമ്പ് മക്കയിൽ മരിച്ചുപോയ ആളുകൾ, ആ ആളുകൾക്ക് അള്ളാഹു ഉണ്ട്, മുഹമ്മദ് നബി പ്രവാചകനാണ്, ഖുർആനുണ്ട്, ഇസ്ലാം ദീനുണ്ട് എന്നൊരു സന്ദേശം കിട്ടിയിട്ടുണ്ട്. കിട്ടുന്നതിന് മുമ്പിൽ മരിച്ചുപോയി. പക്ഷേ അവരെ കുറിച്ച് ഓൽക്ക് ദഅവത്ത് എത്തിയിട്ടില്ല. അതുകൊണ്ട് ഒരു മുസ്ലിങ്ങളെന്നറിയാൻ പറ്റുമോ? വിവരമില്ലാതെ മരിച്ചതല്ലേ, വിവരമില്ലാത്ത ആൾക്കാരാണ്. ഈ വിവരമൊക്കെ കിട്ടിയില്ലല്ലോ. കിട്ടിയെങ്കിൽ ചിലപ്പോൾ നമ്മളെയൊക്കെ നന്നാകുകയായിരുന്നു. അതുകൊണ്ട് ഓൽക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക പുറത്തു കൊടുക്കാൻ. അല്ലെങ്കിൽ അവരൊക്കെ മുസ്ലിങ്ങളാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അവരെ മുസ്ലിങ്ങൾ എന്ന് വിളിക്കാൻ പറ്റൂല. അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ പറ്റൂല. അതിന് ഏറ്റവും വലിയ തെളിവാണ് നബിന്റെ ഉമ്മക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ ചോദിച്ചിട്ട് അള്ളാഹു അനുവദിച്ചിട്ടില്ല. നബിക്ക് 6 വയസ്സായപ്പോ ഉമ്മ മരിച്ചു. വാപ്പേ എനിക്ക് തന്നെ മുമ്പ് വാപ്പ മരിച്ചു. ആ വാപ്പ നരകത്തിലാന്ന നബി പഠിപ്പിച്ചു. ഒരാൾ വന്നിട്ട് നബിനോട് ചോദിച്ചു, എന്റെ വാപ്പ എവിടെയാണ്? നബി തന്നെ എന്റെ വാപ്പ നരകത്തിലാണ്. അപ്പൊ അയാൾ വിഷമത്ത് പോവാൻ, അയാളെ തിരിച്ചു വിളിക്കാൻ വേണ്ടി പറഞ്ഞു. തിരിച്ചു വിളിച്ചിട്ട് നബി പറഞ്ഞു, എന്റെ വാപ്പയും എന്റെ വാപ്പയും നരകത്തിലാണ്. ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. അപ്പൊ എന്താ, ജനിക്കാൻ പോകുന്ന മകൻ അവൻ മുഹമ്മദ് എന്നായിരിക്കും അവന്റെ പേര്, അവൻ നബിയാകും, ഇന്നെ കാര്യങ്ങളൊക്കെ പറയും, അങ്ങനെ ഒരു മതമുണ്ട് എന്നുള്ള വിവരം വാപ്പ കിട്ടിയോ? ഇല്ല. ആ വാപ്പ മുസ്ലിമാണെന്ന് നബി പറഞ്ഞോ? അല്ലെങ്കിൽ വാപ്പക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്, ദുർബിൽ ജഹിലാണ്, അതുകൊണ്ട് നമുക്ക് മുസ്ലിം ആക്കാം? വിവരം കിട്ടാൻ വെച്ചയാളല്ലേ, പറ്റൂല. അപ്പോ ഇങ്ങനെ ഇത്തരത്തിലുള്ള ആളുകൾ ഏതെങ്കിലും കാട്ടുകിടക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഒറ്റയടിക്ക് കാപ്പറാക്കാൻ പറ്റൂല. കാരണം അവർക്ക് വിവരം എത്തിയിട്ടില്ല. വിവരം പറഞ്ഞു കൊടുത്തിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിലോ? അപ്പൊ അത് വ്യക്തമായി തന്നെ ഈ മുഹമ്മദ് വഹാബിന്റെ മക്കളിൽപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അവരെ നമ്മൾ കാഫറാക്കുകയില്ല, എന്നാൽ മുസ്ലിമാണെന്നും പറയില്ല. കാഫറാക്കുമ്പോൾ അവർക്ക് വിവരം കിട്ടിയാൽ ആ വിവരം എന്താ? കുറേ കിതാബ് പഠിക്കലല്ല, പള്ളി ദർസിൽ പോണ്ട, അറബി കോളേജിൽ പോണ്ട, മദ്രസയിൽ പോണ്ട. അവനോട് പറഞ്ഞാൽ മതി, സൃഷ്ടാവായ അള്ളാഹുണ്ട്, ആ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അതാണ് ഇസ്ലാം ദീൻ. ഒറ്റ വിവരം കിട്ടിയാൽ മതി. ആ വിവരം കിട്ടിയിട്ട് അംഗീകരിച്ചിട്ടില്ലേ, അപ്പൊ പറയാം കാഫറാണ്. അപ്പൊ ഈ ഉദുറും ബിൽ ജഹിൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തന്നെ തിരിയും. എന്താണ്? വിവരം കിട്ടലാണ്. വിവരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അറിയില്ല എന്ന ന്യായം പറയാനില്ല. ഇനിയിപ്പോ നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള ഭൂരിപക്ഷം ഭൂരികളായ ആളുകൾ, ഇവർക്ക് ദഅവത്ത് എത്തിയിട്ടുണ്ടോ, വിവരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല എന്നർക്കൽ പറയാൻ പറ്റും. എന്തുകൊണ്ട് വഹാബിന്റെ പള്ളി കയറുന്നില്ല? എന്തുകൊണ്ട് വഹാബിയെ തുടരുന്നില്ല? എന്തുകൊണ്ട് വഹാബി മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കുന്നില്ല? അതിനൊന്ന് വിവരമുണ്ടല്ലോ. അതെന്തുകൊണ്ടാ? വഹാബി ആരാണ്? വഹാബി പറയുന്ന ആശയം എന്താണ്? അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, യാത്ര പോകാൻ പാടില്ല. ആ വഹാബിനെ അംഗീകരിക്കാൻ പറ്റില്ല. അവൻ നബിനോട് സ്നേഹമില്ലാത്തവനാണ്, നബിദിനം കഴിക്കാത്തവനാണ്, അവൻ നബിനെ അംഗീകരിക്കാത്തവനാണ്. ഇതിനോടേ പഠിച്ചു. അത് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ മറുവശപ്പെടേണ്ടതില്ല. ഓൻ ദഅവത്ത് എത്തിയിട്ടുണ്ട്, ഓൻ സ്വീകരിച്ചല്ലേ എന്നുള്ളത് വേറെ വിഷയം. അപ്പൊ വിവരം കിട്ടിയിട്ടും അംഗീകരിക്കാത്തവൻ ഓനെ പിന്നെ ഇപ്പറഞ്ഞ ഉദുറും ബിൽ ജഹിൽ ഇല്ല. കാരണം വിവരത്തി കഴിഞ്ഞു. മൂന്നാമത്തേത് ഹുജ്ജത്ത് എത്തുക, അത് മനസ്സിലാക്കുക. ഏതൊക്കെ വിഷയത്തിൽ ഹുജ്ജത്ത് മനസ്സിലാകണം, മനസ്സിലാകേണ്ടതില്ല, ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുകയാണ്. ഇതാണ് മൂന്നാമതായി അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇത് ലാകിൻ അല്ലാഹ ജഅല ഫഹ്മ ദലാലത്തി ശർതൻ ഫീ തക്ലീഫി ഉമൂമിൻ നാസി മുഅ്മിനിഹിം വ കാഫിരിഹിം. മുഴുവൻ മനുഷ്യരും, സത്യവിശ്വാസിയാകട്ടെ കാഫറാകട്ടെ, മുഴുവൻ മനുഷ്യരുടെയും അവരുടെ ബാധ്യതയിൽ അല്ലെങ്കിൽ അവർ അള്ളാഹു നിയമങ്ങൾ പാലിക്കുന്നതിൽ തെളിവ് മനസ്സിലാക്കുക എന്നത് അള്ളാഹു ശർത്താക്കിയിട്ടുണ്ട്. അപ്പൊ എന്താ ദലീലുണ്ടോ? ആ ദലീൽ മനസ്സിലായോ, എത്തിയോ? വലാകിന്ന ഹാദൽ ഫഹ്മ ലാ യുശ്തറതു ഫീ കുല്ലിൽ മസായിൽ. എന്നാൽ മനസ്സിലാക്കുക എന്നത് എല്ലാ വിഷയങ്ങളിലും ശർത്താക്കപ്പെടുകയില്ല. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഫൽ മസായിലുൽ ലാഹിറത്തുൽ ജലീലത്തുല്ലതി യഅലമുഹാ അൽ ഖാസത്തു വൽ ആമ്മത്തു മിനൽ മുസ്ലിമീന അന്നഹാ മിൻ ദീനിൽ ഇസ്ലാം. പ്രത്യക്ഷമായ, വ്യക്തമായ, പ്രത്യേകക്കാരായ പൊതുവായവരുമായ എല്ലാ മുസ്ലിങ്ങളായ ആളുകളും പഠിക്കേണ്ട ഇസ്ലാമിൽപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകുന്ന, സാധാരണക്കാരന് മനസ്സിലാവും, മൗലവിമാർക്കും മനസ്സിലാവും, ഖത്തീബിന് മനസ്സിലാവും, കുത്തുബ കേൾക്കണമെന്ന് മനസ്സിലാവും. അതാണ് ഇവിടെ ആമ്മ വൽ ഖാസ. പ്രത്യേകക്കാർ എന്നാൽ വിവരമുള്ള ആളുകൾ, ആമ്മ സാധാരണക്കാരെ നമ്മൾ പറയുന്ന നാടന്മാർ. അപ്പൊ നാടന്മാരും നാടന്മാരല്ലാത്തവർക്കും ഒക്കെ മനസ്സിലാകുന്ന, ആർക്കും തിരിയുന്ന പ്രകടമായ പ്രത്യക്ഷമായ കാര്യം. അത്തരം ഒരു വിഷയത്തിൽ അയാൾക്ക് തെളിവെത്തിയാൽ മതി. അവിടെ എന്തില്ല, ഓനത് മനസ്സിലായോ അല്ലേ നോക്കേണ്ടിയില്ല. എന്നിട്ട് ഉദാഹരണം പറയാണ്, മിസ്ലു അംരിഹി ബിഇബാദത്തില്ല വഹ്ദഹു ലാ ശരീക ലഹു. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. ഇതിപ്പോ ഒരു തർക്കമുള്ള വിഷയമാണ്. കുറേ കിതാബ് ഓതണം വേണ്ട. ഈ ഒരു കിതാബ് ഓതാത്തവരോടും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരുത്തനുണ്ട്, സൃഷ്ടാവിനെ മാത്രമേ
ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ആർക്കും തിരിയുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഇവിടെ അല്ലാഹിറ അൽ ജലീല, പ്രകടവും വ്യക്തവുമായ സുവ്യക്തവുമായ കാര്യം. അതിന് ഉദാഹരണം പറയുന്നത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ഇബാദത്ത് അള്ളാഹു അല്ലാത്ത മലക്കുകൾക്കോ നബിമാർക്കോ അല്ലാത്തവർക്കോ ഒന്നും നൽകിക്കൂടാ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇസ്ലാമിന്റെ ഷിആറുകളിൽപ്പെട്ട വളരെ പ്രകടമായ ഒരു കാര്യമാണ്. തെളിവ് സ്ഥാപിതമാകുന്ന കാര്യത്തിൽ മതിയാകും ഈ കാര്യം അവന് എത്തൽ. ഇത് മനസ്സിലാക്കാൻ വേറെ ഒന്നിന്റെയും ആവശ്യമല്ല, മനസ്സിലാകേണ്ട കാര്യമല്ല. അവൻ തിരിയായിട്ട് നമ്മൾ പറഞ്ഞിട്ട് അത്ര വയല് നമ്മള് ലായലായെന്ന് പറയുന്നുണ്ട്, പക്ഷെ അവർക്ക് മനസ്സിലാവായിട്ടല്ലേ എന്ന ഉതിറില്ല, പറഞ്ഞു കൊടുത്തോല്ലേ എന്താണ് തെളിവ് സ്ഥാപിതമായി എന്ന് പറയാം. എന്ത് മതി? തെളിവ് ഓന് എത്തിയാൽ മതി. അപ്പൊ അള്ളാഹു ആണ് സൃഷ്ടാവ് എന്നും അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുമുള്ള കാര്യം ഒരുത്തന് പറഞ്ഞു കൊടുത്താൽ ഹുജ്ജത്ത് സ്ഥാപിതമായി. ഓന് മനസ്സിലായാലുണ്ടെങ്കിൽ ശരി. ഈ തെളിവ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓൻ എന്തിനു വകുപ്പില്ല. ഓൻ വിവരമില്ലായിട്ടാണ് യാത്ര പോയത്, വിവരമില്ലായിട്ടാണ് അള്ളാഹിനോട് ദുആ ചെയ്ത് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നത് എന്ന് പറയാൻ വകുപ്പില്ല. അപ്പോ ആർക്കും തിരിയുന്ന തൗഹീദ് എന്ന തിരിയാത്ത വിഷയമാണെങ്കിൽ പിന്നെ ഇസ്ലാമിൽ എങ്ങനെ തിരിയാ? അപ്പൊ ഏറ്റവും പ്രകടമായ കാര്യം എന്താ? സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്തിലാണ് ഈ ഉദ്ർ കൊടുക്കാൻ പറ്റുക? അമ്മൽ മസായിലുൽ ഖഫിയ്യ അല്ലത്തി ഖദ് യഖ്ഫാ ദലീലുഹാ അലാ ബഅദിൻ നാസ്. ചില ജനങ്ങൾക്ക് തെളിവ് വെളിവാകാത്ത അവ്യക്തമായ അങ്ങനെയുള്ള ഗോപ്യമായ മസലകളിൽ ഫഹാദിഹി ലാ ബുദ്ദ മിൻ ഫഹ്മിഹാ ഹത്താ തഖൂമ അലൈഹി ഹുജ്ജ. അത്തരം വിഷയങ്ങളിൽ തെളിവ് സ്ഥാപിതമാകുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? അയാൾക്കത് മനസ്സിലാകൽ അനിവാര്യമാണ്. കീറി മുറിച്ച് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഉണ്ടാവുക, ഇപ്പറഞ്ഞു വല്ലാത്ത. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളാണെങ്കിൽ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകാത്ത, അല്ലെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത ഖഫിയായ, നേരത്തെ പറഞ്ഞ ജലീൽ എന്ന സുവ്യക്തം, ഇത് സുവ്യക്തമല്ലാത്ത ഇങ്ങനെ കെട്ടിക്കൊടുക്കുള്ള അല്ലെങ്കിൽ ഒരുപാട് അഭിപ്രായ വ്യാസങ്ങളുള്ള വിഷയങ്ങളാണെങ്കിൽ ആ വിഷയത്തിൽ അയാൾക്കത് മനസ്സിലായല്ലേ നോക്കണം. അല്ലാത്തതിലോ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹുലാരെയും